ചിക്കമംഗളൂരു. പേടിയുള്ളവരും ഇങ്ങോട്ട് കയറണ്ട, അതായിരിക്കും ബെറ്റർ. എൻ്റെ ഈ മെല്ലെ സ്ലോയില് പോകുന്നുണ്ട്. അത് പട്ടികളടുത്ത് നടക്കുള്ളൂ കേട്ടോ, കുരങ്ങന്മാരത്ത് നടക്കില്ലേ. ഞാൻ ശരിക്കും പിടിച്ചോളാം. അടി 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 അടി. ഇവിടെ എന്ത് അജി താഴേക്ക് നോക്കണ്ടേ, മേലേക്ക് നോക്കിയത്. ഞാൻ കണ്ടിരിക്കണം ബാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളമായിട്ട് ടച്ചുള്ള മറ്റേ കാസർഗോഡ് സ്ലാങ് ഒക്കെ പാടെ കൂടിയിട്ട് ഒരു മംഗലാപുരം സ്ലാങ് ആണ് ബാരി എന്ന് പറഞ്ഞത്. അത് ഇവനറിയുള്ളൂ, ഇവന് കന്നഡ എന്നറിയില്ല. ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇപ്പൊ കന്നഡ അറിയാന്ന് പറഞ്ഞിട്ട് വെറുതെ ഡെലിവറി നടക്കാണ്. ഒറ്റക്കവും കഴിക്കില്ല പോലും. ഓർഡർ ചെയ്ത സാധനം ചേട്ടൻ കഴിച്ചിട്ട് വിടുന്നതാണ് എനിക്ക് പാടുള്ളൂ. നോക്കട്ടെ സാധനം നോക്കട്ടെ, നോക്കട്ടെ ടേസ്റ്റ് നോക്കട്ടെ. ഗുഡ് മോർണിംഗ് ചിക്കമംഗളൂരു, സുപ്രഭാതം. പോണ്ടേ, എന്തൊരു കാണിക്കണേ നീ, എന്തൊരു കാണിക്കണേ നീ. എനിക്ക് ചായ ഒക്കെ കുടിക്കണ്ടേ, 8 മണിയായി. ബാബാഗിരിയെ ബോബോടെ കോഫിയുടെ നാട്. കോഫി ആദ്യമായിട്ട് ഇന്ത്യയിൽ നട്ട് പിടിപ്പിച്ച ആ ഒരു സ്ഥലത്തേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നുറങ്ങിയ ആളാണ്. 7 മണിക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ സമയം 8 മണിയായി. എന്തൊരു കാണിക്കണേ നീ, 1 മണിക്കൂർ ലേറ്റ് ആവേ. എനിക്ക് നോക്കി 10 എനിക്ക് വേറൊരു കേസ് ഉണ്ട്. 10 മിനിറ്റ് എന്നൊക്കെ ഞാൻ പറയും, വലുതും പറയും. പക്ഷെ അത് നോക്കിയിട്ട് ചെയ്യുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ടെൻ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോകട്ടോ. ഇന്നലെ രാവിലെ കുറച്ച് ഇന്നലെ രാത്രി കുറച്ച് കോമഡികൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ആരൊക്കെ വന്നിട്ട് എന്തൊക്കെ ദർഗയെന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്താണ് അവസ്ഥ നോക്കട്ടെ. ഇപ്പോൾ നമ്മൾ ടെൻ്റ് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവാ. ഇവിടെയൊക്കെ നല്ല എന്താ പറയുക നാനാവുണ്ട് കേട്ടോ. മഞ്ഞിൻ്റെ വേപ്പറുണ്ട്, വേപ്പർ. പക്ഷെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. നല്ല ഉറക്കമെന്ന് പറഞ്ഞാൽ നല്ല സുഖം ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോണുകളൊക്കെ ചാർജൊക്കെ ചെയ്യാനുണ്ട്. ഫോണൊക്കെ ചാർജൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷായിട്ട്, ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആവും. നല്ല തണുപ്പുണ്ട്. നമ്മൾ നേരെ എവിടെ പോണേ ബാബ ബോഡങ്കിരി. എങ്ങനെയുണ്ട് സെറ്റപ്പ്? അടിപൊളി സ്പോട്ടല്ലേ. ചിക്മംഗളൂരു, ഇളയ മകളുടെ ഗ്രാമം എന്നർത്ഥം വരുന്ന ചിക്മംഗളൂരു. ഒരു രാജാവിന് 2 മക്കള്. അതിൽ മൂത്ത മകൾക്ക് ഒരു നാട് കൊടുക്കുന്നു, ഹരിയമംഗളൂരു. ചെറിയ മകൾക്ക് തീരെ എഴുതി കൊടുത്ത നാടാണ് ഈ ഒരു ചിക്മംഗളൂരു. കർണാടകയിലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷൻ, കാപ്പിത്തോട്ടങ്ങളും ഒരുപാട് കൃഷികളും നല്ല നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റുകളൊക്കെ ഉള്ള ഒരു നാട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു നാടിൻ്റെ മനോഹാരിത, ഈ ഒരു നാടിൻ്റെ ചരിത്രം, എത്രത്തോളം പ്രസിദ്ധമാണ് ഈ ഒരു നാട്, എന്തിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു നാടാണ് എന്നൊക്കെയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അതിനു മുന്നേ ആയിട്ട് ഇന്നലെ നമ്മൾ കിടന്ന ടെൻ്റൊക്കെ ഒന്ന് മടക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് പാക്ക് ചെയ്തിട്ട് നമുക്ക് വേഗം തെറിക്കാം. അപ്പോൾ ഞങ്ങൾ സെറ്റായിട്ടോ. ഞങ്ങൾ ഇവിടുന്ന് വിട പറയാൻ പോവാണ്. എന്താണോ ഈ പള്ളിയിലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇന്നലെ അഭയം തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ടെൻ്റ് അടിക്കാൻ പെർമിഷൻ തന്നത് എന്തോ ഒരു ഭാഗ്യത്തിന് കിട്ടിയതാണ്. ടോപ്പ് അവിടെയൊക്കെ ടെൻ്റ് അടിച്ചിരുന്നെങ്കിലേ, ഒന്നാമത് അത് അവിടെ ഫ്ലാറ്റ് അല്ല, അവിടെ ഉറങ്ങണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരുപാട് എന്താ പറയുക ലോക്കൽസിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ആളടുത്ത് പെർമിഷനൊക്കെ ചോദിച്ച് ആൾ ഷോപ്പും പൂട്ടി 10 മണിക്ക് പോവും. അത് കഴിഞ്ഞാൽ ഇന്നലെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ വർത്തമാനങ്ങളോ ഒരു അലമ്പ് പരിപാടികളൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തോ ഒരു ഭാഗ്യത്തിന് നമുക്ക് സേഫായിട്ട് ഇവിടെ സമാധാനമായിട്ട് നമ്മളെ സാധനങ്ങളൊക്കെ സമാധാനമായിട്ട് സേഫാക്കി വെച്ചിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഈ ഒരു പള്ളി കമ്മിറ്റിക്കാർ കേട്ടോ. എല്ലാം എടുത്തില്ലേ? എന്നാ പോവല്ലേ ബാബ ബോഡങ്കിരി. ചിക്കമംഗളൂരു ടൗണിലേക്ക് എത്താൻ പോവുകയാണ് കേട്ടോ. രാജാവ് ഇളയ മകൾക്ക് കൊടുത്ത സ്ത്രീധനം നമ്മൾ കാണാൻ പോവുകയാണ്. എന്തെങ്കിലുമൊക്കെ എണ്ണണ്ടേ സാറേ? തട്ടുകടേ ഈ രാവിലെ പളാവ് പിന്നെ എവിടുത്തെ ഫേമസ് അതന്നെയല്ലേ പളാവോ? പിന്നെ നാട്ടിലെ ഫുഡ് ഇവിടെ ഒന്നും കിട്ടൂല. പൂരി കിട്ടില്ല, ചിത്രെണ്ണ കിട്ടൂ. ചിത്രെണ്ണ കഴിച്ചോ? ലെമൺ റൈസ് അല്ലേ ചിത്രെണ്ണ? ഇഡ്ഡലി കിട്ടൂ, ടൊമാറ്റോ ബാത്ത്,
നോ നോ മോൻ. എനിക്ക് ദോശ ദോശ വട. കിട്ടുമോന്ന് അറിയില്ല, നോക്കാം. ഇതാണ് ഗൈസ് ഹോട്ടല്. ചെറിയൊരു സെറ്റപ്പ്. എന്താ കിട്ടുകയെന്ന് അറിയില്ല, കിട്ടണ കഴിക്കാം. എനിക്കൊന്നും വേണ്ട എന്തോ ചിത്രണ്ണ. ഇതൊറ്റക്കും കഴിക്കില്ല പോലും. ഓർഡർ ചെയ്ത സാധനം ചേട്ടൻ കഴിച്ചിട്ട് വിടുന്നാണ് എനിക്കാൻ പാടുള്ളൂ. നോക്കട്ടെ സാധനം, നോക്കട്ടെ ടേസ്റ്റ് നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് ഇല്ലാണ്ട് പിന്നെ ഇതാ ടേസ്റ്റിന് കേട്ടോ. എന്റെ പൊന്നമ്മച്ചി, ദോശ ഇങ്ങനെ ചുട്ട് കൊണ്ടുവരുന്നോണ്ട് മതി പറയട്ടാ, നിർത്താൻ പറയട്ടാ. ദോശ സാക്കു ആൻഡ് ചുട്ടോണ്ടേയിരിക്കണേ. ഞാൻ അതൊക്കെ ഇങ്ങനെ കഴിച്ചോണ്ടേ ഇരിക്കേണ്ടി വരും. പക്ഷെ നല്ല ടേസ്റ്റ് കിട്ടും, നല്ല അടിപൊളി ചമ്മന്തി. ഇങ്ങോട്ട് നോക്കിയാ അടിപൊളി, വേറൊരു ടേസ്റ്റ്. ഇനി നല്ല വിശന്നിട്ടാന്ന് അറിയില്ല, വിശപ്പിനാണല്ലോ രുചി. ഇല്ലടാ, വിശപ്പിനല്ല രുചി അല്ലേ? നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത് അറിയോ? ബാബാ ബുഡൻ ഹിൽസ്. ആ കാണുന്ന ഹിൽസ് കണ്ടോ, അതിന്റെ ടോപ്പിലേക്കാണ് കേറാൻ പോകുന്നത് കേട്ടോ. ചിക്ക്മാംഗ്ലൂരിലെ ബാബാ ബുഡൻ ഹിൽസ് കാണുന്നതിനായിട്ടാണ് നമ്മൾ പോകുന്നത്. മാപ്പ് ഒന്നും പറയണ്ട, ഇതിപ്പോ വണ്ടി നേരെ ഓടിച്ചാൽ മതി. അങ്ങോട്ട് നോക്കിയാ മുള്ളയങ്കിരി, എന്തൊക്കെ ബോർഡുകള്. ഇവിടെ 2 ടേണിങ്സ്, ഒന്ന് അങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട്. നമ്മളെങ്ങോട്ടാ? ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. നോക്കിയാ നമ്മള് കൂർഗ്, മടിക്കേരി ആ ഭാഗത്ത് കൂടെ ഒക്കെ പോകുന്ന അതേ ഫീലാണ് കേട്ടോ. അതേ സെറ്റപ്പ്, ആ ഒരു ഫീലിംഗ്. ഇവിടെ ചായ ഇല്ലല്ലോ, ചായത്തോട്ടമില്ല ഇവിടെ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാടുകള്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായത്തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഫീലാ. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഹിൽസിനെ സൂചിപ്പിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇവിടെ വേറെ വ്യത്യസ്ത ഇനം ഐറ്റംസുകളാണ് ഉള്ളത്. എന്തൊക്കെയാ സെറ്റപ്പ് ഉണ്ട് കേട്ടോ അവിടെ. അവിടെ ചെക്കിങ് ആണ് സംഭവം, അവിടെ ചെക്കിങ് ആണ്. ആർക്ക് ഹെൽമെറ്റ് അവർക്ക് കൊടുക്കുക, ഇവർക്ക് കൊടുക്കുക പറഞ്ഞിട്ട് എന്താ ഹെൽമെറ്റ് ഞങ്ങളടുത്ത് കൊണ്ടുവന്നു. ഞങ്ങള് പറ്റില്ല പറഞ്ഞിട്ട് വിട്ടു. തോന്നി പള്ളിക്കെട്ടാണ്. ആ റോഡ് നോക്കിയാ അടിപൊളി റോഡ് കേട്ടോ, നൈസ് റോഡ്, പുതിയ റോഡ്, റബ്ബറൈസ്ഡ്. ഒരു ജർക്കിങ് പോലും ഫീൽ ചെയ്യുന്നില്ല. മുള്ളയനഗിരിയാണ്, ബാബാ ബുഡൻഗിരി അല്ല. നമ്മൾ അവിടുന്ന് ടേൺ ചെയ്തു കേട്ടോ, അവിടുന്ന് കാണിക്കാൻ പറ്റിയില്ല. ഏതാ? മുള്ളയനഗിരി. ഇവിടുന്ന് ഇനി ഇവിടെ ഒരു 7 കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരണം. എന്നിട്ട് നമുക്ക് ബാബാ ബുഡൻ ഹിൽസിലേക്ക് പോവാം. ഇത് വേറെ റൂട്ട്, ചെറിയൊരു ടേണിംഗ് പോയിന്റ്. നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. എന്റെ പൊന്നിടാവേ, ഒന്നങ്ങോട്ട് നോക്കിയ റോഡൊക്കെ ഇടിഞ്ഞു വീഴുന്ന പോലുണ്ട് കേട്ടോ. മുള്ളയനഗിരി പോകുന്ന റൂട്ടാണേ. അങ്ങോട്ട് നോക്കിയാ നമുക്ക് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ നിന്നും ഒരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ. താഴോട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ട്, പക്ഷെ റോഡ് കുറച്ച് ഡേഞ്ചറാണ്, കുറച്ച് സീനാണ്. അവിടെ ഇവിടെയൊക്കെ ഇടിഞ്ഞ് വീണിട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ചില സ്ഥലത്ത് ഇങ്ങനെ സൈഡിൽ ഇതൊന്നുമില്ല. എന്ത് അജി താഴേക്ക് നോക്കണ്ടേ, മേലേക്ക് നോക്കിയാൽ മതി. ഞാൻ വണ്ടി എടുക്കണ താഴേക്ക് നീ നോക്കണ്ട, നീ മേലേക്ക് നോക്കിയാൽ മതി. എന്റെ മോനെ വേറെ ലെവലാണ് കേട്ടോ വരാൻ പോകുന്നത്. അടിപൊളി കേട്ടോ, അടിപൊളി വൈബ്, വേറൊരു ഫീല്. അയച്ച അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, ഇങ്ങോട്ട് നോക്കിയാൽ മതി. കാരണം എന്താണ്ടോ, ഇതുപോലത്തെ ചെറിയ റോഡാ, 2 വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ സീനാ. ആ സൈഡ് ചില സ്ഥലങ്ങളിലൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങോട്ട് നോക്കിയാ, നോക്കിയാ എന്റെ മോനെ. ഫീലടാ, വേറെ ലെവല്. വണ്ടി എടുക്ക്. ആ വിട്ടോ, നല്ലൊരു പോയിന്റ് കേട്ടോ. Yield to uphill traffic. സ്ഥലത്തിന്റെ പേര് മറന്നറാ, മുള്ളയനഗിരി കാടിന്റെ ഉള്ളിലൂടെ അതിലേക്കുള്ള ഹിൽസാണ് ഇപ്പൊ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ, മനോഹരമായിട്ടുള്ള പ്രകൃതിയുടെ മറ്റൊരു ഭംഗി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, കണ്ടോ, ആസ്വദിച്ചോ. വണ്ടി നേരെ പടച്ചെടുക്കട്ടോ, ഫോണൊക്കെ വാങ്ങിയിട്ട് പോവേ. എന്റെ ഈ മെല്ലെ സ്ലോയില് പോണുണ്ട്. അത് പട്ടികളടുത്ത് നടക്കുള്ളൂ കേട്ടോ, കുരങ്ങന്മാരത്ത് നടക്കില്ലേ.
ഞാൻ ശരിക്കും പിടിച്ചോളാ. അടി 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 ഇവിടെ യുദ്ധം കുറച്ച് ടാസ്ക്കാണ്. ഇവനൊരു സ്വഭാവം ഉണ്ട്, ഇവൻ പട്ടിയൊക്കെ ചിലപ്പോ കടിക്കാൻ വരുമോ അപ്പൊ മെല്ലെ പോവുള്ളൂ. അങ്ങനെ പോയി കഴിഞ്ഞാല് കുരങ്ങന്മാരാണ് മേത്ത് കയറി നിറങ്ങും. ഈ സാധനം ഇറങ്ങുന്ന റൂട്ടാണ് കേട്ടാ ഇത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ആന ഉണ്ടാവും സീരിയസ് ആയിട്ട്. മറ്റാള് പേടിച്ചോട്ടോ, മറ്റാള് ചെറുതായിട്ടൊന്ന് പേടിച്ചേ. അല്ല തമാശല്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ. എന്ത് കാടല്ലെങ്കിലും ഓ മോനെ ആ റോഡ്. അപ്പൊ ഇവിടുന്ന് കുറച്ചുകൂടെ ഉണ്ടല്ലോ. 10 കിലോമീറ്റർ ഉണ്ടോ? 5 കിലോമീറ്റർ ഉണ്ടോ? 3 കിലോമീറ്റർ. അപ്പൊ കുറച്ചുകൂടെ പോകാനുണ്ട് കേട്ടോ. ഇതുപോലത്തെ റോഡാണേ. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ടാസ്ക് റോഡാ. അപ്പൊ ഇതാണ് മുള്ളേനഗിരി. ഇനി മോള് പോണോ? ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, വ്യൂ പോയിന്റ്. കൈസ് അങ്ങോട്ട് നോക്കിയാ മഴക്കാറ് കാണുന്നുണ്ടോ നിങ്ങള്? എച്ചാതി മഴക്കാരെന്ന് അറിയോ? മിക്കവാറും ഇവിടുന്ന് മഴ കൊണ്ട് നനഞ്ഞ് പിണ്ടിയായിട്ട് പോകുമെന്ന് തോന്നണട്ടാ. മുള്ളേനഗിരി. എടാ നമുക്ക് പീക്ക് പോയിന്റ് പോകണ്ട, വേണ്ട നമുക്ക് തിരിച്ചു പോവാ. പാപ്പാക്കോട വേണ്ട, തിരിച്ചു പോവാ. വെറുതെ സമയം കളയണ്ട, നല്ല മഴക്കാറുണ്ട്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇതില് നോക്ക്, ഇതില് നോക്ക്. അത് കുഴപ്പമില്ല. അതുകൊണ്ടാ പറയണത്. 1 കിലോമീറ്റർ ഉണ്ട്. വ്യൂ പോയിന്റ് കിട്ടിയല്ലോ. ഇനി തന്നെ പീക്ക് പോയിന്റ് വന്നാ പിന്നെ നോക്കിട്ട് പോണോ? എന്നാ പിന്നെ നോക്കോ. അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. ഇവിടെ വരെ വന്നിട്ട് അത് നോക്കിയിട്ട് പോകാൻ തന്നെ യോഗം. എന്തായാലും അതൊക്കെ ഒന്ന് കണ്ടു. അവിടെ ചെക്കിങ്ങും പിന്നെ അവിടെ നിന്ന് ജീപ്പ് എടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അവിടെ എന്തൊക്കെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തല അവിടെ അതുപോലെ തന്നെ. എന്ത് അവിടുന്ന് അപ്പുറം ജീപ്പിന് നല്ല റേറ്റ് പറയും. അവരുടെ പരിപാടി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. നോക്കിയിട്ട് പോവാന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് ജീപ്പിന് 1000 രൂപ 2 ആൾക്ക് ഫുള്ള് എത്ര ആളുണ്ടോ അത്ര പൈസ കൊടുക്കേണ്ടി വരും.